കാടും അരുവികളും ഒക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. അതുകൊണ്ടിട്ട് തന്നെ ചെറുതിലേ മുതലുള്ള ആഗ്രഹമാണ് അതൊക്കെ ഉള്ള സ്ഥലത്തൊരു വീട് വേണം എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മെയ്ബിളാൻഡ് അതുപോലുള്ള സ്ഥലത്ത് വീട് വെച്ചപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വിരുന്ന് ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് കയറി ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ലക്ഷ്യം അവിടെയുള്ള എൻ്റെ കുറച്ച് സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഗ്രേസിനൊന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ ആദ്യം ഇറങ്ങിയ നമ്മൾ പറമ്പിലേക്കാണ്. മഴയുള്ള സമയമായതുകൊണ്ടിട്ട് തന്നെ ഇതാ നമ്മുടെ പറമ്പിലെ കുളമൊക്കെ നിറഞ്ഞു കിടപ്പുണ്ട്. മണ്ണെണ്ണയുടെ കളറാണ് ശരിക്കും. ഞങ്ങൾ കസിൻസൊക്കെ കൂടുമ്പോൾ ഈ വെള്ളത്തിൽ കളിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ഊളിയിട്ടൊക്കെ നോക്കും ആ വെള്ളത്തിൻ്റെ കളറിൻ്റെ ഭംഗി അറിയാൻ. ബിക്കോസ് സിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്കിതൊക്കെ ഭയങ്കര ക്യൂരിയസ് പാർട്ടാണ്. പിന്നെ ഈ വെള്ളച്ചാട്ടം പോലുള്ള വെള്ളത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ കളിക്കുമായിരുന്നു. ആൻഡ് അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഈ വെള്ളം കണ്ടാൽ പിന്നെ ഞാൻ കുഞ്ഞിപ്പിള്ളേരെ പോലെ ആവുന്ന ഗ്രേസിനെ അറിയാവുന്നതുകൊണ്ടിട്ട് തന്നെ ഗ്രേസിന് എനിക്ക് കൂടെ നിന്ന് എൻ്റെ എൻജോയ്മെൻറ്റിൽ പാട്ടാവുന്നുണ്ടായിരുന്നു. ദെൻ ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഫാമിലീനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷെ ബിയോണ്ട് ദാറ്റാണ്. ഒരു കൈതച്ചക്കയുടെ കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഞങ്ങൾ ഇവിടെ ഹൗസ് വാമിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ജസ്റ്റ് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൻറ്റീനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ കൈതച്ചക്ക തരുമെന്ന് ചോദിച്ചു. ആൻറ്റി ഞങ്ങൾക്ക് കൈതച്ചക്കയും തന്നു, കൂടാതെ കുറേ സ്നേഹവും തന്നു. അങ്ങനെ അവർ നമ്മുടെ ഫാമിലിയുടെ പാർട്ടായി. നമ്മുടെ സാലി ആൻറ്റിയും രാജു അങ്കിളും ഫാമിലിയും അവരുടെ വീട്ടിലേക്കാണ് ഞാൻ ഗ്രേസിനെ കൊണ്ടുപോകുന്നത്. അവിടെ അപ്പാപ്പയും ചേട്ടയൊക്കെ ഉണ്ട്. അപ്പപ്പ നല്ല ഏജ് ഉണ്ടെങ്കിലും കണ്ടാൽ പറയത്തില്ല, ചുള്ളനാണ്. ചുള്ളനെന്നാണ് ഞാൻ വിളിക്കണേ. നല്ല സുന്ദരനായിട്ടാ കാണാൻ. അപ്പപ്പൊക്കെ അധികം കണ്ണ് കാണില്ല, നമ്മുടെ സൗണ്ട് വെച്ചിട്ടാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണത്. അപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ ആളെ പിടികിട്ടി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇതാണ് എൻ്റെ ചെക്കനൊക്കെ പറഞ്ഞിട്ട്. അതാട്ടോ രാജുങ്ങൾ. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ പശുവും ഒക്കെ ഉണ്ട് കേട്ടോ. കാപ്പിത്തോട്ടമൊക്കെ ഉണ്ട്, കുറേ സ്ഥലമുണ്ട് അവർക്ക്. പിന്നെ അവിടെ കുഞ്ഞൊരു കിടാവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ പാറയുടെ അടിയിൽ നിന്നുള്ള ഉറവയൊക്കെ ഉണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ ലൈഫിൽ കുറേ നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ഈ ഒരു സ്ഥലം എൻ്റെ ഹസ്ബൻഡിനും ഷെയർ ചെയ്യാനായിട്ട് പറ്റി.